ഇനി രണ്ടാമത്തെ പാഠമാണ് എന്താകാൻ പോകുന്നത്, പഠിക്കാൻ. രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നത് നിസ്കാരമാണ്. എന്തിനെ കുറിച്ചിട്ട്? ഇസ്ലാം കാര്യം എത്ര ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? എത്ര? ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തത് ഏതാ പറഞ്ഞേ? ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തേതാ പറഞ്ഞത്? എത്ര സമയം നിസ്കാരം ഉണ്ടെന്നറിയാം നിങ്ങൾക്ക്? 5 സമയം നിസ്കാരം ഉണ്ടല്ലേ. ഇസ്ലാം കാലം രണ്ടാമത്തെ പറഞ്ഞത് നീ 5 സമയത്തെ നിസ്കാരം നിലനിർത്തൽ. അപ്പൊ ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തതാണ് ഏത്? നിസ്കാരം. ഞാൻ പാഠം വായിക്കട്ടെ. പാഠം 2 നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാണെന്ന് നാം പഠിച്ചുവല്ലോ. പഠിച്ചിട്ടില്ലേ? ഇസ്ലാം കാര്യങ്ങൾ എത്രാമത്തെ നിസ്കാരം? രണ്ടാമത്തത്. ഇസ്ലാം കാര്യം എട്ടാമത്തെ നിസ്കാരം? രണ്ടാമത്. കിതാബ് നോക്ക്, കൈവക്ക്. നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. അപ്പൊ ഏറെ പുണ്യമുള്ള ഇബാദത്ത് ഏതാണ്? ഇബാദത്ത് ഏതെല്ലാം നിങ്ങൾക്കറിയോ? അറിയോ? ഏതെല്ലാം ഉണ്ട്? നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്. നോമ്പാണോ ഏറ്റവും പുണ്യമുള്ളത്? നിസ്കാരാണോ? ഹജ്ജാണോ? നിസ്കാരാണോ? അപ്പൊ ഏത് ഇബാദത്ത് എടുത്താലും അതിൽ ഏറ്റവും പുണ്യമുള്ള ഇബാദത്ത് ഏതാണ്? നിസ്കാരമാണ്. ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ഏറ്റവും പുണ്യമുള്ള ഇബാദത്ത് ഏത്? നിസ്കരിക്കുന്നവനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ആരെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം? നിസ്കരിക്കുന്നവനെയാണ് അല്ലാഹുവിന് വലിയ ഇഷ്ടം. അപ്പൊ അല്ലാഹ് ഇഷ്ടപ്പെട്ടെന്താകും? സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു ഇഷ്ടപ്പെടണം. അപ്പൊ ഇഷ്ടപ്പെടാൻ എന്ത് വേണം? നിസ്കരിക്കണം. നിങ്ങൾ നിസ്കരിക്കൂലേ? ഇനി നോക്ക്, കൈവക്ക്. അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. ഏത്? നിസ്കാരം എത്ര സമയത്താണ് നിസ്കരിക്കേണ്ടത്? 5 സമയങ്ങളിലാണ് എന്താക്കേണ്ടത്? നിസ്കാരം നിർവഹിക്കേണ്ടത്. നിങ്ങൾക്കറിയോ 5 സമയത്തുള്ള നിസ്കാരങ്ങൾ ഏതെല്ലാന്ന്? അറിയോ? അതാണ് നിസ്കാരങ്ങളുടെ ക്രമം. ഒരു ദിവസത്തെ ആദ്യത്തെ നിസ്കാരം തുടങ്ങുന്നത്, ആദ്യത്തെ നിസ്കാരം ഏതാണ്? ളുഹ്ർ. ഏത്? ളുഹ്ർ. അതിന്റെ കളർ നോക്കണം. അപ്പുറം നമുക്ക് എന്താക്കാണ്ട്? നിസ്കാരത്തിന്റെ പേര് എഴുതാണ്ട് ഓരോ കളർ കൊടുത്തിട്ട്. അപ്പൊ ആ കളർ കൊടുത്ത കളർ നോക്കിയിട്ടാണ് എന്താക്കേണ്ടത്? നിസ്കാരത്തിന്റെ പേര് നിങ്ങൾ എഴുതിയിട്ട് വെക്കേണ്ടത്. ളുഹ്ർ. ഒന്നാമത് നിസ്കാരം ഏത്? ളുഹ്ർ. ളുഹ്ർ എപ്പം നിസ്കരിക്കാൻ അറിയോ? രാവിലെയാ. ളുഹ്ർ നിസ്കരിക്കാൻ എപ്പെന്നറിയോ? ഉച്ചക്ക് ചോറ് വയ്ക്കല്ലമ്മോ. അതിന് മുമ്പാണ് ഏത് നിസ്കരിക്കല്? ളുഹ്ർ നിസ്കാരം നിസ്കരിക്കല്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? അസ്ർ. ഏത്? അസ്ർ. ഏത് നിസ്കാരം? അസ്ർ നിസ്കാരം എപ്പോൾ നിസ്കരിക്കലെന്നറിയോ? വൈകുന്നേരം. എപ്പോ? വൈകുന്നേരം ചായ കുടിക്കലില്ലേ? ആ ചായ കുടിക്കുന്നതിന് കുറച്ച് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഏത്? അസ്ർ. ഏത്? അടുത്ത നിസ്കാരം മഗ്രിബ്. ഏത്? മഗ്രിബ്. മഗ്രിബ് നിസ്കാരം എപ്പോഴാണ്? സന്ധ്യക്ക് അല്ലേ? മോന്തിക്ക് എന്ന് പറയും. സൂര്യൻ അസ്തമിച്ച ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരമാണേത്? മഗ്രിബ് നിസ്കാരം. ഇനി അത് കഴിഞ്ഞാലുള്ള നിസ്കാരം ഏതാണ്?
ഇശാ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരമാണേത് ഇശാ ഏത് ഇശാ. പിന്നെ അത് കഴിഞ്ഞാലുള്ള നിസ്കാരം ഏതാണ് സുബ്ഹ്. ഏത് സുബ്ഹ്. സുബ്ഹ് നിസ്കാരം എപ്പാ നിസ്കരിക്കല് ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ഏത് നിസ്കരിക്കേണ്ടത് സുബ്ഹ് നിസ്കാരം. ഏത് നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്.